ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി കേരളത്തിൽ വരാത്തതിന്റെ ഉത്തരവാദിത്വം സ്പോൺസർക്കെന്ന് കായിക മന്ത്രി പി അബ്ദുറഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ലെന്നും സ്പോൺസറാണെന്നും മന്ത്രി 24നോട്. കേരള ഗവൺമെന്റ് ഇത് സ്പോൺസറെയാണ് ഇത് നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ പണം കൊണ്ടല്ല അത്തരം ടീമുകൾ കൊണ്ടുവരാൻ കഴിയുക. ഇതിൻ്റെ ഭാഗമായി നമ്മൾ സ്പോൺസർമാരെ ക്ഷണിച്ചു. അതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് അവർ ഇതിന് തയ്യാറായത്. സ്പോൺസർഷിപ്പിന് ഇതിൻ്റെ ഭാഗമായി അർജൻറ്റീനയുമായി കരാർ ഒപ്പിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. അപ്പോൾ അവരെ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിലവിൽ മറ്റൊരു അറിയിപ്പ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഈ വരുന്ന വാർത്തകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലാണ്, അതിൻ്റെ MD ആണത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ ചെയ്യുമായിരിക്കാം. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മെസ്സി കേരളത്തിലേക്കില്ല, അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിലേക്കില്ല, അവർക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ സ്പോൺസർ പറഞ്ഞ പണം കൊടുക്കാത്തതാണോ ഈ അർജന്റീനിയൻ ടീം പിന്മാറാൻ കാരണം? SKN മെസ്സി കേരളത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ പിന്നീട് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം വന്നു. ഇപ്പോഴിതാ കായിക വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു, സർക്കാരിൻ്റെ കയ്യിൽ, സർക്കാരല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അതിന് മാത്രം പണമൊന്നും സർക്കാരിൻ്റെ പക്കലില്ല. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ആണ് ആദ്യം ബന്ധപ്പെട്ടത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ് ഇതിൻ്റെ സ്പോൺസർ. പക്ഷേ സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കായിക വകുപ്പിനെ ഒരു വിവരങ്ങളും അറിയിച്ചിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരാമെന്ന് സർക്കാരല്ല, അത് സ്പോൺസറാണ് ഏറ്റത്. ഈ പദ്ധതിയെപ്പറ്റി പോലും ഈ അർജന്റീനിയൻ ടീം തന്നെ കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ആലോചന കൂടി സ്പോൺസറിൻ്റെ ഒരു അവതരണമായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ ഇത്രയും പണമില്ലാത്തതുകൊണ്ട് നേരിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. സ്പോൺസർഷിപ്പ് അവരുടെ റിക്വസ്റ്റാണ്. അവർ റിക്വസ്റ്റ് കൊടുത്ത പ്രകാരം അവർ തന്നെയാണ് അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ളത്. ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും നോട് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സമ്മതപത്രം നൽകേണ്ടത് എന്നുള്ള കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസറാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ട സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകുന്നില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ് അതിൻ്റെ സ്പോൺസർ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അവരാണത് തീരുമാനിക്കേണ്ടത്. അവർ ഔദ്യോഗികമായി മന്ത്രിയെ അറിയിക്കാത്ത പശ്ചാത്തലത്തിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമോ, അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് എത്തുമോ എന്നത് സംബന്ധിച്ച് മന്ത്രിക്ക് പോലും ഇപ്പോൾ ഒരു അവസാന വാക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ എത്തിയപ്പോൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ 24നോട് പങ്കുവച്ചത്. SKN കുട്ടികൊഴിച്ച ഒരു കാര്യമായിരുന്നു കേരളത്തിലേക്ക് മെസ്സി വരുന്നു എന്നുള്ളത്. എന്നാൽ മെയിൻ സ്പോൺസറായ ഇതിൻ്റെ ഈ കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്ന സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആ പണം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഈ മെസ്സിയും അർജന്റീനൻ ടീമും ഇതിൽ നിന്ന് പിന്മാറി എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ കായിക മന്ത്രി തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്.